എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല സ്ട്രോങ് ഫ്ലവറാണ്, ഒരുപാട് നാളിരിക്കും, ഇതിന് നിറമൊന്നും പോവില്ല കേട്ടോ. സാധാരണ നമ്മൾ പേപ്പർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ നിറമൊക്കെ മങ്ങിപ്പോവാറുണ്ടല്ലേ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞാണ് തരുന്നത് വീഡിയോയിൽ, അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു A4 സൈസ് കളർ ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടിന്നിൻ്റെ അടപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്കിതുപോലെ പെറ്റൽസിന് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ആദ്യമേ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ ഇതെല്ലാം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ മടക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ മടക്കി വെച്ച എല്ലാം ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇതുപോലെ കട്ട് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുമിച്ചിരുന്ന് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ ഫ്ലവറെല്ലാം ഇതുപോലെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിയുടെ തീർന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത പെറ്റൽസ് എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നതിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പെറ്റൽസ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാം. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെറ്റൽസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കമ്പിയാണ് ആവശ്യം. ഈ ഒരു കമ്പിയിലേക്ക് നമ്മളിതുപോലെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ആദ്യം ഒരു പെറ്റൽസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിലെന്നല്ല, കുറച്ച് ഗ്ലൂ പുറമേ തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ മുട്ടുണ്ടാക്കണമെങ്കിൽ ഇത്ര ഒരു പെറ്റൽസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ഫ്ലവർ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്ലവറാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി കുറച്ച് ലീഫാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് കുറച്ച് വാലിട്ടാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കമ്പിയിലേക്ക് ഗ്ലൂ തേച്ച് നമുക്ക് ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ ഒരു ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്ലേവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്, പക്ഷേ അത്രയ്ക്കൊന്നും റീച്ചില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അത് മറ്റുള്ളവരിലൂടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.